ഹായ് അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മൾട്ടി ലെയേർഡ് ഓംബോ കേക്കാണ്. ഈ ഓംബോ കേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ അന്തം ഇടൊന്നും വേണ്ട. ഓംബോ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കേക്കിൽ തന്നെ മൾട്ടി ഫ്ലേവറോ അല്ലെങ്കിൽ മൾട്ടി കളറായിട്ട് വരുന്നതിനെയാണ് ഈ ഒരു ഓംബോ കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ അങ്ങനെ ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു ടീ ടൈം കേക്കാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഞാനിതിൽ എഗ്ഗൊന്നും യൂസ് ചെയ്യുന്നില്ല. എഗ്ഗ് ഇല്ല, ബീറ്റർ ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കേക്കാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ്. 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ 125 ml ആണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങളുടെ കയ്യിൽ വെജിറ്റബിൾ ഓയിൽ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. 60 ml ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് ഐസിങ് ഷുഗറാണ്. മധുരത്തിന് ഞാൻ ഇത് രണ്ടുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് മധുരം പോരാന്നുണ്ടെങ്കിൽ ഇതൊരു 1/2 കപ്പ് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ സ്പാച്ചിലയോ അല്ലെങ്കിൽ ഫോർക്കോ അല്ലെങ്കിൽ വിസ്കോ ഒക്കെ ആയിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. ഇതിന് ബീറ്റർ വേണമെന്നൊന്നുമില്ല, ബീറ്ററിൻ്റെ ആവശ്യം ഇതിന് വരുന്നില്ല. അതെല്ലാം നല്ല ക്രീമി പരുവായി വരുമ്പോൾ നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml ആണ്. ഇതിൽ ഒരുപാട് പേര് എന്നോട് കമൻറ്റിലൂടെ ചോദിച്ചിരുന്ന അളവൊക്കെ, അതുകൊണ്ടാണ് ഞാൻ അളവ് കൂട്ടി പറയുന്നത്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്ന് പറഞ്ഞാൽ 5 ml, 1/4 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 1.25 ml ആണ് വരുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് തരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം നന്നായിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് പാലൊഴിക്കാം. ഞാനിവിടെ 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു 3 ബൗളിലോട്ട് മാറ്റി വെക്കാം. നമുക്കിനി ഓരോന്നിലും ഓരോ ഫ്ലേവേഴ്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒന്നിൽ സ്ട്രോബെറി, ഒന്നിൽ പിസ്ത, ഒന്നിൽ വാനില നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അങ്ങനെ 3 ഫ്ലേവറായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ സ്ട്രോബെറി നല്ല റോസ് കളറായിരിക്കും, അതുപോലെ പിസ്ത പച്ച കളറായിരിക്കും. അപ്പോൾ ഒരു നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ നമുക്ക് കിട്ടും. പിന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളേഴ്സ് സെലക്ട് ചെയ്തത്. അപ്പം നമ്മുടെ 3 കളറും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മോൾഡിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. മോൾഡിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു ഐസിങ് ബാഗിലോട്ട് ഓരോ കളറായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ലെയർ മോൾഡിൽ ചെയ്യാം. ഈ മോൾഡിൽ ഞാൻ ഓൾറെഡി ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ തേച്ചിട്ട് അതിൽ മൈദ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ പിസ്തയുടെ ലെയറാണ് കൊടുത്തത്. അതിനുശേഷം ഞാൻ വാനിലയുടെ ലെയർ കൊടുത്തു. പിന്നെ ഞാൻ സ്ട്രോബെറിയുടെ ലെയറായിട്ട് അങ്ങനെ 3 ലെയറായിട്ടാണ് ഞാൻ കൊടുത്തത്. നിങ്ങൾക്കിത് പല രൂപത്തിലും ചെയ്യാം. ഇനി നിങ്ങൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണെങ്കിൽ പല ചോക്ലേറ്റും വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു ചെറിയ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ മോഡിൻ്റെ ചോക്ലേറ്റ്, അതായത് സ്ട്രോബെറിയുടെ ഫ്ലേവറുള്ള ചോക്ലേറ്റാണ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാവരും ചോദിച്ചിരുന്നു ഞാൻ ഏത് കമ്പനിയുടെ ചോക്ലേറ്റാണ് വാങ്ങുന്നതെന്ന്. ഞാൻ മോഡ് കമ്പനിയുടെയാണ് വാങ്ങിക്കാറ്. ഇത് നമുക്ക് എല്ലാ ഷോപ്പിലും കിട്ടും. ഇപ്പോൾ നമ്മൾ ബേക്കറി അതുപോലുള്ള പിന്നെ അതുപോലെ നമ്മൾ ബേക്കിങ്ങിൻ്റെ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു സാധനം കിട്ടും. ഇതിൽ പല ഫ്ലേവറുണ്ട്. ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, അതുപോലെ പിന്നെ പല ഐറ്റം ചോക്ലേറ്റ് ഇതിൽ വരുന്നുണ്ട്. ഇതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ റേറ്റ് ഏതാണ്ട് ചിലതിന് 80, ചിലതിന് 140, അങ്ങനെ 200, അങ്ങനത്തെ ഒരു റേഞ്ചിലാണ് ഈ ഒരു ചോക്ലേറ്റൊക്കെ വരുന്നത്. വൈറ്റ് ചോക്ലേറ്റിന് ഇത്തിരി കൂടും, ഡാർക്ക് ചോക്ലേറ്റിന് 80, 85 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. പിന്നെ എന്നോട് ചോദിച്ചിരുന്നതാണ് ഞാൻ ഏത് കമ്പനിയുടെ ഓവനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ മോഫി റീചാർജിൻ്റെ കമ്പനിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ബേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാനിതിപ്പോൾ 180 ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്തത്. അതുപോലെ ഞാൻ ഇതിൽ പല ഓപ്ഷൻ ഉണ്ട്, ബേക്കിങ്ങിൻ്റെയും ടോസ്റ്റിങ്ങിൻ്റെയും, അതുപോലെ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള പല ഓപ്ഷൻസ് ഉണ്ട് OTG ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ ബേക്കിങ്ങിൻ്റെ ഓപ്ഷൻ വെച്ചിട്ട് ഇത് ഓൾറെഡി ഞാൻ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനാണ്. അപ്പോൾ അത് നമുക്കൊരു 30 മിനിറ്റ്സ് ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാൻ ആവശ്യം വരും. 30 മിനിറ്റ് മതി ഓവനിലാണെങ്കിൽ. നിങ്ങൾ കുക്കറിലാണ് ബേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം.
ഞാൻ അതിൻ്റെ ഒരു ടെക്നിക്ക് ഞാൻ എൻ്റെ വീഡിയോ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ കാണാം. ഞാനൊരു പൈനാപ്പിൾ കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം കുക്കറിൽ എങ്ങനെ കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് കുക്കായി വരുന്നുണ്ട്. ഇതൊന്ന് കുക്കായി വരുന്ന സമയത്ത് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ കുത്തി നോക്കുക. സെൻറ്ററിൽ കുത്തി കഴിഞ്ഞാൽ അതായത് ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് കുത്തി നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിക്കി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെന്തിട്ടില്ല. സ്റ്റിക്കി ആയിട്ടല്ല, നല്ല പ്ലെയിൻ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് വെന്തെന്ന് അർത്ഥം. അപ്പോൾ നമുക്കത് എടുത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ നോർമലി ടീ ടൈമിൽ കഴിക്കുന്ന ഒരു കേക്കാണ്. ഇത് നമുക്ക് ഐസിങ് ചെയ്യേണ്ട ഒരു കാര്യമില്ല, നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാം. ഇതിൻ്റെ ഉള്ളിലത്തെ ലെയറൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഗ്രീൻ ആദ്യം വൈറ്റ് പിന്നെ പിങ്ക്. ഇത് നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചോക്ലേറ്റും ചെയ്യാം കേട്ടോ. അങ്ങനെ പല ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഞാൻ എല്ലാവർക്കും മാക്സിമം ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ ബലം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാ ഇനിയും ഇതുപോലുള്ള റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാൻ ശ്രമിക്കാം. അതുവരെ അസ്സലാമു അലൈക്കും.